Welcome to Standard 9 Mathematics class. Chapter 1 Pairs of Equations അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ അതിൻ്റെ പാർട്ട് 6 ആണ്. ഇവിടെ രണ്ട് കണക്കുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് 2 പേനയ്ക്കും 3 നോട്ട് ബുക്കിനും കൂടി 110 രൂപ, 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും കൂടി 170 രൂപ. ഒരു പേനയുടെ വില എത്ര, ഒരു നോട്ട് ബുക്കിൻ്റെ വില എത്ര? അത് രണ്ടാമത്തെ കണക്ക് 3 പേനയും 4 പെൻസിലിനും കൂടി 66 രൂപ, 6 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 72 രൂപ. പെൻസിലിൻ്റെയും പേനയുടെയും വില എത്ര? അപ്പോൾ ഇവിടെ ആദ്യത്തെ കണക്കിൽ ഒരു പേനയുടെ വില എക്സ് എന്നും ഒരു നോട്ട് ബുക്കിൻ്റെ വില വൈ എന്നും കൊടുത്താൽ 2 പേനയ്ക്ക് 3 നോട്ട് ബുക്കിന് 2 പേനയുടെ വില 2x, 3 നോട്ട് ബുക്കിൻ്റെ വില 3y. അപ്പോൾ 2x + 3y = 110 രൂപ. അത് ഇക്വേഷൻ 1. ഇനി 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും കൂടി വില 170 രൂപ. അപ്പോൾ 2x + 5y = 170. ഇവിടെ നമുക്ക് സമവാക്യം 2ൽ നിന്ന് സമവാക്യം 1 കുറച്ചാൽ ഈ 2x ക്യാൻസലായി പൊക്കോളും. 5y - 3y = 2y. അങ്ങനെ വൈയുടെ വില കിട്ടും. ആ കിട്ടുന്ന വില ഏതെങ്കിലും സമവാക്യത്തിൽ ഇട്ട് കൊടുത്ത് എക്സിൻ്റെ വിലയും നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ 3 പേനയ്ക്കും 4 പെൻസിലിനും 3x + 4y = 66. 6 പേനയ്ക്കും 3 പെൻസിലിനും 6x + 3y = 72. ഇവിടെ നോക്കിക്കേ, ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ എക്സിൻ്റെ ഗുണോത്തരം ഒരുപോലെയല്ല. ഇവിടെ 3x, ഇവിടെ 6x. ഇനി വൈയുടെ കോഎഫിഷ്യൻ്റ് ഒരുപോലെ ആയിരുന്നെങ്കിൽ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ വൈ ക്യാൻസലായി പൊയ്ക്കൊണ്ടേനെ. പക്ഷേ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 4ഉം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 3ഉമാണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും എക്സിൻ്റെ ഗുണോത്തരം അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് സെയിം അല്ല, വൈയുടെ കോഎഫിഷ്യൻ്റ് സെയിം അല്ല. അതുകൊണ്ട് 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എക്സിനെയോ വൈയെ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ക്യാൻസലാക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സമവാക്യം 2ൽ നിന്ന് സമവാക്യം 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 2x ന്ന് 2x പോകുമ്പോൾ 0, 5y ന്ന് 3y പോകുമ്പോൾ 2y, 170ൽ നിന്ന് 110 പോകുമ്പോൾ 60. അപ്പോൾ വൈയുടെ വാല്യൂ 60/2 = 30. ഈ വൈയുടെ വാല്യൂ സമവാക്യം 1ൽ ആരോപിക്കുമ്പോൾ 2x = 110 - 3y. 110 - 3 × വൈയുടെ വാല്യൂ 30. 3 × 30 എന്ന് പറയുമ്പോൾ 90. അപ്പോൾ 2xൻ്റെ വാല്യൂ 110 - 90 ആയ 20. എക്സിൻ്റെ വാല്യൂ 20/2 10. അപ്പോൾ ഒരു പേനയുടെ വില 10 രൂപ, ഒരു നോട്ട് ബുക്കിൻ്റെ വില 30 രൂപ. ഇനി 3x + 4y = 66, 6x + 3y = 72. ഈ ഇക്വേഷൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒന്നിൻ്റേത് 3ഉം 1 6ഉമാണ്. അപ്പോൾ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എക്സ് ക്യാൻസൽ ആകില്ല. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് നോക്കിയാൽ ഇത് 4ഉം ഇത് 3ഉമാണ്. അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത വൈയും ക്യാൻസലായി പോവുകയില്ല. അപ്പോൾ ഇക്വേഷൻ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എക്സിൻ്റെ വിലയോ വൈയുടെ വിലയോ ക്യാൻസലാക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിച്ചാൽ ഇത് 12 ആകും, ഈ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിച്ചാൽ ഇത് 12 ആകും. അപ്പോൾ വൈയുടെ കോഎഫിഷ്യൻസ് ഒരുപോലെ ആകും. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഒരൊറ്റ ഇക്വേഷനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. അതായത് ഇവിടെ 6x, 3xൻ്റെ ടോയ്സാണ് 6x. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ മാത്രം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 6x + 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 2 6x, 4 × 2 8y, 66 × 2 132. അങ്ങനെ നമുക്ക് മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടുന്നു. ഇനി ഇക്വേഷൻ 3ൽ നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ക്യാൻസലായി പോകും. 8 - 3 5y. അങ്ങനെ 60 എന്ന് കിട്ടുന്നു. വൈയുടെ വാല്യൂ 60/5 12. ഇനി 3x എന്ന് പറയുന്നത് 66 - 4y ആണ്. വൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 4 × 12. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാവും. 4 × 12 48. അപ്പോൾ 3xൻ്റെ വാല്യൂ 18, എക്സിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടുന്നു. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. അതായത് പേനയുടെ വില 6, പെൻസിലിൻ്റെ വില എത്രയാണ്? പെൻസിലിൻ്റെ വിലയായിട്ടാണ് നമ്മൾ വൈ എടുത്തിരിക്കുന്നത്, 12.
നമുക്ക് പേജ് 14 പ്രോബ്ലംസ് ചെയ്യാം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെ വിലയോ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും 3 പെൻസിലാണ്. അപ്പോൾ വൈ ആയിട്ട് നമ്മൾ പെൻസിലിൻ്റെ വില എടുത്താൽ വൈ വില സെയിം ആണ് രണ്ട് സ്ഥലത്തും. Price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. അപ്പോൾ നമ്മൾക്ക് പെന്നിൻ്റെ പ്രൈസ് എക്സ് എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് വൈ ബി ദ പ്രൈസ് ഓഫ് എ പെൻസിൽ. ഒരു പേനയുടെ വില എക്സ് രൂപ, ഒരു പെൻസിലിൻ്റെ വില വൈ രൂപ. അപ്പോൾ ഇവിടെ 4 പെൻസിലാണ്. 4 പെൻസും 3 പെൻസിലും, അതായത് 4 പെന്നിൻ്റെ വില 4x, 3 പെൻസിലിൻ്റെ വില 3y. അത് 66 ആണ്. 4x + 3y = 66. അതുപോലെ തന്നെ 7 പെൻസ് ആൻഡ് 3 പെൻസിൽസ് 111. 7 പെന്നിൻ്റെ വില 7x, 3 പെൻസിലിൻ്റെ വില 3y. അപ്പോൾ 7x + 3y = 111. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻസ് സെയിം ആയതുകൊണ്ട് 2-ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ വൈയുടെ ടൈം ക്യാൻസലായി പോയിക്കോളും. അപ്പോൾ 7x - 4x എന്ന് പറയുമ്പോൾ 3x. 111-ൽ നിന്ന് 66 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 45. എക്സിൻ്റെ വാല്യൂ 45/3 15. അതായത് ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 3y എന്ന് പറയുന്നത് 66 - 4x എന്ന് എഴുതാം. 4xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 66 - 4 × എക്സിൻ്റെ സ്ഥാനത്ത് 15 എഴുതാം. അപ്പോൾ ഇവിടെ 15 × 4 60. 66 - 60, അതിൻ്റെ വാല്യൂ 6. 3yയുടെ വാല്യൂ ആണ് 6. അപ്പോൾ വൈയുടെ വാല്യൂ 6/3, അതായത് 2 എന്ന് കിട്ടുന്നു. അതായത് ഒരു പെന്നിൻ്റെ വില 15 റുപ്പീസും ഒരു പെൻസിലിൻ്റെ വില 2 റുപ്പീസും. ക്വസ്റ്റ്യൻ: ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്ര? അപ്പോൾ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 × നീളം + വീതിയാണ്. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം x എന്നും വീതി y എന്നെടുത്താൽ 2 × x + y എന്ന് പറയുന്നത് 26 കിട്ടും. നീളം 2 മടങ്ങാക്കി. അപ്പോൾ ആദ്യത്തെ നീളം x ആയിരുന്നു. അപ്പോൾ 2 മടങ്ങാക്കുമ്പോൾ 2x വരും. വീതി 3 മടങ്ങാക്കുമ്പോൾ 3y വരും. അപ്പോൾ 2x + 3yയുടെ 2 മടങ്ങ്. രണ്ടാമത്തതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × 2x + 3y, അത് 62 ആണ്. Perimeter of a rectangle is 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first? അപ്പോൾ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ലെന്ത് എക്സ് എന്നെടുക്കുക, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് y എന്നെടുക്കുക. അപ്പോൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 2 × x + y, 2 × നീളം + വീതി. നീളം x, വീതി y. അത് 26 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ x + yയുടെ വാല്യൂ 26/2 13. ഇനി സെക്കൻഡ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 62 ആണ് തന്നിട്ടുണ്ട്. അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് എക്സിൻ്റെ ടോയ്സ് ആണ്, 2x ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് വൈയുടെ വീതിയുടെ ത്രൈസ്, അതായത് 3y. 2x + 3yയുടെ ലെന്ത് + ബ്രെഡ്ത്തിൻ്റെ ടോയ്സ് ആണ് പെരിമീറ്റർ, അത് ചുറ്റളവ്, അത് 62. 2x + 3yയുടെ വാല്യൂ 62/2, അതായത് 31 എന്ന് കിട്ടുന്നു. ഇനി നമുക്ക് ഇക്വേഷൻ 1-ൽ ഇവിടെ കോഎഫിഷ്യൻ്റ് സെയിം അല്ല. ഇവിടെ 2 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. വൈയുടെ കോഎഫിഷ്യൻ്റ് 2 ആണ്. ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ ഇവിടെ വൈയുടെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സെയിം ആക്കാനായിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ ഇക്വേഷൻ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വൈയുടെ കോഎഫിഷ്യൻ്റ് ആണ് സെയിം ആക്കുന്നതെങ്കിൽ ഇക്വേഷൻ 1-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആയി. 2x + 2y = 26 എന്ന് കിട്ടി. ഇനി ഇത് ഇക്വേഷൻ 3-ൽ നിന്ന് ഇക്വേഷൻ 2 സബ്ട്രാക്ട് ചെയ്യുകയോ അല്ലെ 2 - 3 കാണാം. 3 - 2 കാണുകയാണെങ്കിൽ 2y - y - y എന്ന് കിട്ടും. 26 - 31 - 5 എന്ന് കിട്ടും. അപ്പോൾ വൈയുടെ വാല്യൂ 5.
2 - 3 ആണ് ചെയ്യുന്നതെങ്കിൽ 3y - 2y y ഈസ് ഈക്വൽ ടു 31 - 26 5. അങ്ങനെ നമുക്ക് ഇക്വേഷൻ 1-ൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 13 ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 13 - 5 13 - 5 8 എന്ന് കിട്ടുന്നു. അങ്ങനെ ആദ്യ ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ അതിൻ്റെ വീതി